ഹലോ ഗൈസ്, എന്തല്ല അങ്ങനെ ഒരു വീക്ക് കൂടെ കഴിഞ്ഞല്ലേ. ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു വീക്കായിരുന്നേ ലാസ്റ്റ് വീക്ക്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി ഒന്ന് റിലാക്സ് ആവാന്ന് വെച്ചു. ഇവിടെ വാറ് നടക്കുന്നോണ്ട് തന്നെ പുറമെ എല്ലാം നോർമൽ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിലും ഉള്ളിലെല്ലാവരും ഇച്ചിരി സ്ട്രെസ്ഡ് ആണ്. പിന്നെ ഇവിടുത്തെ ഗവൺമെന്റ് തരുന്ന ഉറപ്പും സുരക്ഷയൊക്കെയാണ് ഓരോ പ്രവാസിയും ധൈര്യമായിട്ട് മുൻപോട്ട് പോകുന്നത്. നമ്മൾ അങ്ങനെ ചുമ്മാ പുറത്തിറങ്ങിയതല്ല, ഡേ ടു ഡേന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ദേറയിലുള്ള ഡേ ടു ഡേയിലേക്കാണ് വന്നത്. യു എയിൽ വന്നിട്ട് ആദ്യത്തെ ഒരു വർഷത്തോളം ഈ ഡേ ടു ഡേന്റെ അടുത്തായിട്ടായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. യൂണിയൻ മെട്രോ സ്റ്റേഷൻ അടുത്തായിട്ട്. ഈ ഒരു ഏരിയ ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഓർക്കാൻ ഇഷ്ടമുള്ള കുറെ നല്ല മെമ്മറീസ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഡേ ടു ഡേക്ക് പോകാനോ നെസ്റ്റോയ്ക്ക് പോകാനോ ആയിട്ട് മിക്കപ്പോഴും ഇവിടേക്ക് തന്നെയാണ് വരാറ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചധിക സമയം ആരോഹിന്റെ ടോയ്സ് തപ്പാൻ തന്നെ എടുക്കും കേട്ടോ. ഒത്തിരി ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഏതെടുക്കുന്നവന് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. അങ്ങനെ കുറെ നേരത്തെ തെരച്ചിലിനൊടുവിൽ അവൻ ഒരെണ്ണം സെലക്ട് ചെയ്തു. ഇങ്ങനെ കുറെ നല്ല നല്ല ഷോ പീസസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വാങ്ങിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും വാങ്ങിച്ചില്ല കേട്ടോ. നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം വാങ്ങിച്ച് ബില്ലാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയേ. സാധാരണ വീക്കെൻഡ്സ് ഇവിടെ വരുന്ന സമയത്ത് നീണ്ട ക്യൂ ഉണ്ടാവാറുണ്ട് കേട്ടോ ബില്ലടയ്ക്കാനായിട്ട്. പക്ഷെ ഇത്തവണ തിരക്ക് ഉണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി കുറവായിട്ട് തോന്നി കേട്ടോ. റോഡിലായാലും തന്നെ വീക്കെൻഡ്സിന്റെ തിരക്കൊന്നും കണ്ടില്ല. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പുറത്തേക്ക് ഇറങ്ങാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ആവാം കേട്ടോ. ഞങ്ങൾ ഇനി വീട്ടിലേക്കാണേ. അതിനു മുമ്പ് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ചിക്കനും ഫിഷും വാങ്ങിക്കാനുണ്ടായിരുന്നു. വെജിറ്റബിൾസും മറ്റ് മസാല സാധനങ്ങളെല്ലാം നമ്മൾ നെസ്റ്റോയിൽ നിന്നാണ് വാങ്ങിക്കാറ് പതിവ്. ചിക്കനും ഫിഷും മാത്രം ഇവിടുന്ന് വാങ്ങിക്കും. ഇവിടെ ഇപ്പൊ ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ദാഹിച്ചപ്പോൾ ഒരു ചെറിയ ബോട്ടിൽ പൊമഗ്രനേറ്റ് ജ്യൂസ് വാങ്ങിച്ചേ. ആരോ ഒരു സിപ്പ് എടുത്തപ്പോൾ അവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അതും ബില്ലാക്കി പുറത്തേക്ക് നടന്നേ. അപ്പോഴേക്കും ചെറുതായിട്ട് വിശന്നു. ഹെവി ആയിട്ടൊന്നും വേണ്ട, ലൈറ്റായിട്ട് ഒരു ഷവർമ വാങ്ങിക്കാന്ന് വിചാരിച്ച് അടുത്തുള്ള അൽമാറൂഫ് കഫറ്റീരിയയിലേക്ക് പോയേ. ഇനി അതും കഴിച്ച് സുഖമായിട്ട് ഉറങ്ങണം. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.